ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ്. തനി നാടൻ കുമ്പളങ്ങ കറി. അധികം ആരും ഉണ്ടാക്കി കാണാത്ത നല്ല രുചിയുള്ളൊരു കറിയാണിത്. വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കുക. വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണണേ. കണ്ടിട്ട് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു കഷ്ണം കുമ്പളങ്ങ തൊലി കളഞ്ഞ് കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ പാകത്തിൽ മുറിച്ചെടുക്കണം, കുറച്ച് വലിയ കഷ്ണങ്ങളായി. ഒരു പിടി പരിപ്പ് നല്ലപോലെ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത്, കുമ്പളങ്ങ കഷ്ണങ്ങളും കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. വേവാൻ പാകത്തിന് വെള്ളം, ഇതുപോലെ കുമ്പളങ്ങയുടെ മേലെ നിൽക്കുന്ന പാകത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പരിപ്പും കൂടെ വേവേണ്ടത് കൊണ്ട് ഈ പാകത്തിൽ വെള്ളം ഒഴിച്ച് 3 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് തണുക്കുമ്പോൾ തുറന്നെടുത്താൽ പാകത്തിന് വെന്ത് കിട്ടും. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/2 ടീസ്പൂൺ കൊത്തമല്ലി, 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ നല്ല ജീരകം, ഇത് മൂന്നും കൂടെ നല്ലപോലെ വറുത്തെടുക്കണം. തീ കുറച്ച് വെച്ച് വറുത്തെടുക്കണം, കരിയാതെ വറുത്തെടുക്കണം. ഉഴുന്നിൻ്റെ പച്ചമണെല്ലാം മാറി നല്ല ഒരു ബ്രൗൺ കളറാകുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ പിരിയമുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കണം. മുളക് പൊടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം തണുക്കാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിൽ തന്നെ വെച്ചാൽ കരിഞ്ഞു പോകും. വിസിൽ വന്ന് തണുത്ത ശേഷം കുക്കർ തുറന്നു. കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്തു. ഇനി തണുത്ത ശേഷം മസാല പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മസാല ഇടുന്ന സമയത്ത് നമ്മൾ കുറച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത്, കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പൊടിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ മിക്സിയിൽ പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി ചേർത്ത് പൊടിച്ചെടുത്തതാണ്. ഒരു 2-3 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുത്ത് പുളിയൊക്കെ പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി, നമുക്ക് എത്ര വെള്ളം വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. കറി ചാറ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഉപ്പും പുളിയെല്ലാം ബാലൻസ് ചെയ്യാൻ 1/2 ടീസ്പൂൺ ശർക്കരപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത്, ഇനി ഇത് നല്ലപോലെ തിളച്ച് വരണം. മസാലയും പുളിയൊക്കെ കഷ്ണങ്ങളിൽ പിടിച്ച് വരണം. നല്ലപോലെ തിളച്ച് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും, ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇത് വാങ്ങി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സാധനം കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 1/2 ടീസ്പൂൺ കടുക്, 5-6 ചെറിയുള്ളി നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്ത്, കുറച്ച് കായപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടിയും ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മൂപ്പിച്ച ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്രയുള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല രുചിയുള്ള ഒരു നാടൻ കറിയാണിത്. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന് നല്ല രുചിയുള്ളൊരു കറി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.